ഇന്ത്യൻ മാർക്കറ്റിലെ ഭീമനായിട്ടുള്ള കോൾ ഇന്ത്യ ഒരുപാട് കാലത്തിന് ശേഷം മാർക്കറ്റിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം ഒരു സൈഡ് വൈസ് മൂവ്മെന്റിൽ കിടന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു റാലിയോടെ ആക്റ്റീവായിരിക്കുന്നു. വലിയൊരു വോളിയത്തിന്റെ പിൻബലത്തിൽ സ്റ്റോക്ക് അതിന്റെ കൺസോളിഡേഷനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുകയാണ്. ജനുവരി 5-ന് 435 ലെവലിന് അടുത്തേക്ക് കൂടി കോൾ ഇന്ത്യ എത്തുകയുണ്ടായി. എന്നാൽ ഈ ആഘോഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ട്. അതൊരു ചെറിയ പ്രശ്നമല്ല. സ്റ്റോക്ക് ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിനെയാണ് ഫേസ് ചെയ്യുന്നത്. 430-നും 440-നും ഇടയിലുള്ള ഒരു വലിയ സപ്ലൈ സോണാണിത്. മുൻപ് പലതവണ ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ള റാലികൾ അടിപതറി വീണ ഒരു സോണാണിത്. അപ്പൊ ഇനി എന്ത് സംഭവിക്കാം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോക്കിനെ എക്കാലത്തെയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു പുതിയ ബുള്ളിഷ് ട്രെൻഡിന്റെ തുടക്കമാണോ ഇത്, അതോ ആവേശഭരിതമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു വലിയ ബുൾ ട്രാപ്പിലേക്ക് വീഴുകയാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ബുള്ളിഷ് കേസും ബെയറിഷ് കേസും വിശദമായിട്ട് പരിശോധിക്കാം. തുടർന്ന് ഈ ഒരു ട്രേഡിന്റെ ഗതി നിർണ്ണയിക്കുന്ന കീ ലെവലുകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ നിമിഷത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. ഏകദേശം ഒരു വർഷത്തോളം ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഇങ്ങനെ ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിൽ നിൽക്കുകയായിരുന്നു. ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്ത് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെങ്കിലും യഥാർത്ഥ ആവേശം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുകയും ബുള്ളുകൾക്കും ബെയറുകൾക്കും ഒരുപോലെ നിരാശ നൽകുകയും ചെയ്ത ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു കോൾ ഇന്ത്യയുടേത്. എന്നാൽ 2025 ഡിസംബർ അവസാനത്തോടെ കാര്യങ്ങൾ ചെറുതായിട്ട് മറിയാൻ തുടങ്ങി. വോളിയം കൂടാൻ തുടങ്ങി. പ്രൈസ് അതിന്റെ റേഞ്ചിന്റെ മുകൾ ഭാഗത്ത് തട്ടിത്തുടങ്ങി. ഒടുവിൽ ശക്തമായിട്ടുള്ള ബൈയിങ് പ്രഷർ കാരണം ബ്രേക്ക്ഔട്ട് നടത്തി പുറത്തേക്ക് വന്നു. ഇതൊരു ദുർബലമായിട്ടുള്ള നീക്കമായിരുന്നില്ല. അസാധാരണമായ ഹൈ വോളിയത്തോടെയുള്ള ഒരു നീക്കമായിരുന്നു. ഉദാഹരണത്തിന് ജനുവരി 2-ലെ വോളിയം അതിന്റെ 20-ഡേ ആവറേജിനേക്കാൾ 3 ഇരട്ടിയിലധികമായിരുന്നു. ഇത് വലിയ നിക്ഷേപ സ്ഥാപനങ്ങൾ, അതായത് സ്മാർട്ട് മണി രംഗത്തുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. നല്ല വാർത്തകൾ ഈ കുതിപ്പിന് ആക്കം കൂട്ടി. ജനുവരി 1-ന് കോൾ ഇന്ത്യ ഒരു സുപ്രധാനമായ നയമാറ്റം കൂടി പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സിന് അതിന്റെ ഈ ലേലത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം നൽകും. ഇത് മാർക്കറ്റ് വികസിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് നീക്കവും കമ്പനിയുടെ ലോങ് ടേം പ്ലാനുകളുടെ വ്യക്തമായിട്ടുള്ള സൂചനകളുമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് നിയമപരമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്ന സമയമാണ്. രാജ്യത്തിനകത്ത് ഖനനം കൺട്രോൾ ചെയ്യുന്ന നിയമങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന സമയം കൂടിയാണ്. അപ്പൊ ഇനി നമുക്ക് ടെക്നിക്കലി കൂടി നോക്കാം. വില അതിന്റെ പ്രധാന മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 50, 100, 200 മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ്. അവയെല്ലാം ഇപ്പോൾ മുകളിലേക്ക് തിരിഞ്ഞ് ഈ ഒരു പുതിയ അപ് ട്രെൻഡിന്റെ ശക്തി ഉറപ്പിച്ച് കാണിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയാണ്. സ്റ്റോക്ക് അതിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. എന്നാൽ ഈസി പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ വലിയ റെസിസ്റ്റൻസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ ബുൾ മാർക്കറ്റിന്റെ ആ ഒരു സ്വപ്നം നമുക്ക് ആദ്യം ബുള്ളിഷ് ആർഗ്യുമെന്റ്സ് ഒന്ന് പരിശോധിച്ചു പോകാം. എന്തുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാകാൻ സാധ്യത? എന്തുകൊണ്ട് കോൾ ഇന്ത്യക്ക് ചരിത്രപരമായിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പുതിയ മൾട്ടി ഇയർ ബുൾ റൺ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും എന്ന് നമ്മൾ കരുതുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുള്ളുകളുടെ വാദം പ്രധാനമായും 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ടെക്നിക്കൽ മൊമെന്റം, ഫണ്ടമെന്റൽ കരുത്ത്, ഭാവിയിലെ ഗ്രോത്ത് എന്നിവയാണ്. ഒന്നാമതായിട്ട് ടെക്നിക്കൽസ്. ഒരു നീണ്ട കൺസോൾട്ടേഷന് ശേഷം ഹെവി വോളിയത്തോടെയുള്ള ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പുള്ളി സിഗ്നലുകളിൽ ഒന്നാണ്. ഇത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ബയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 2026-ലേക്കുള്ള ചില അനലിസ്റ്റുകളുടെ ബുള്ളിഷ് പ്രൈസ് ടാർഗറ്റുകളിൽ ഈ ഒരു ശുഭാപ്തി വിശ്വാസം കാണാം. ചില പ്രവചനങ്ങൾ പ്രകാരം 513, 565, 633 വരെ എത്തുമെന്നാണ് ചില അനലിസ്റ്റുകളുടെ നിഗമനങ്ങൾ. ഇത് മുന്നേറ്റം തുടർന്നാൽ കാര്യമായിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഫണ്ടമെന്റൽസിന്റെ വളരെ നല്ല ഒരു സ്ട്രെങ്ത് ആണ്. കോൾ ഇന്ത്യ ഒരു മഹാരത്ന പൊതുമേഖലാ സ്ഥാപനമാണ്, അതായത് സർക്കാർ നിയന്ത്രിത മോണോപോളി. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണുള്ളത്. 2026 ജനുവരി ആദ്യം വരെ കമ്പനിയുടെ ഡിവിഡൻഡ് yield 6.26% സ്റ്റോക്ക് പ്രൈസിൽ വലിയ ചലനമില്ലെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു സംരക്ഷണം നൽകിയിരുന്നു. ഇതിന് പുറമെ കമ്പനിക്ക് വളരെ കുറഞ്ഞ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണുള്ളത്. അതായത് ഫിനാൻഷ്യലി ഇത് വളരെ സ്റ്റേബിൾ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ആണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കരി ഇപ്പോഴും നമ്മുടെ പവർ ജനറേഷന്റെ നട്ടല് തന്നെയാണ്. സർക്കാർ ഇതിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തേക്ക് 875 ദശലക്ഷം ടണ്ണിന്റെ കൂറ്റൻ ഉൽപാദന ലക്ഷ്യമാണ് കോൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും ലോങ് ടൈമിൽ വില മെച്ചപ്പെടുത്താനും വളരെ നല്ല സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് കേസ് വളരെ ആകർഷണീയമാണ്. നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ടെക്നിക്കൽസ്, ഉയർന്ന ഡിവിഡൻസ് ഉള്ള സോളിഡ് ഫണ്ടമെന്റൽസ്, ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ എന്നിവയുണ്ട്. ഈ കാഴ്ചപ്പാടിൽ 430, 440 എന്ന ഒരു റെസിസ്റ്റൻസ് ഒരു മതിലിനേക്കാൾ മുകളിലേക്കുള്ള വഴിയിലെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം നല്ലൊരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
അടുത്തായിട്ട് മറുഭാഗം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് മുൻപത്തെ റാലികളെല്ലാം കൃത്യം ഈ ഒരു 430, 440 ലെവലിൽ പരാജയപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ബെയറിഷ് കേസ് എന്നത് ഹിസ്റ്റോറിക്കൽ പ്രൈസ് ആക്ഷൻ, ഓപ്പറേഷണൽ പ്രശ്നങ്ങൾ, വാല്യുവേഷൻ ആശങ്കകൾ എന്നിവയുടെ ഒരു മിശ്രിതം തന്നെയാണ്. ഒന്നാമതായിട്ട് 430, 440 എന്ന സപ്ലൈ സോൺ തന്നെ ഈ ഒരു ചാർട്ടിലെ ഒരു വര മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. മുമ്പ് ഈ വിലയിൽ വാങ്ങി സ്റ്റോക്ക് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ലാഭം എടുക്കാനോ അല്ലെങ്കിൽ നഷ്ടമില്ലാതെ വിൽക്കാനോ തയ്യാറാകുന്ന ഒരു പോയിന്റാണിത്. വില ഈ സോണിനടുത്തെത്തുമ്പോൾ സെല്ലേഴ്സ് രംഗത്ത് വരും. അവരുടെ ഒരു സെല്ലിംഗ് പ്രഷർ ബൈയിങ് ഡിമാൻഡിനെ മറികടക്കാനും റാലിയെ അവിടെ തന്നെ നിർത്താനും സാധ്യതയുണ്ട്. ഇത്രയും കുത്തനെയുള്ള ഒരു കുതിപ്പിന് ശേഷം RSI പോലെയുള്ള മൊമെന്റം ഇൻഡിക്കേറ്ററുകളും ഓവർബോട്ട് ടെറിട്ടറിയിലാണുള്ളത്. ഇത് സ്റ്റോക്ക് ഒരു കറക്ഷൻ റെഡി ആയിരിക്കുന്നു എന്നൊരു സൂചന കൂടി ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട് ഓപ്പറേഷണൽ ഡാറ്റ ഈ ഒരു ബ്രേക്ക്ഔട്ട് സൂചിപ്പിക്കുന്ന അത്ര മികച്ചതല്ല. കണക്കുകൾ നോക്കിയാൽ 2025 ഡിസംബറിലെ മാത്രം പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.6% വർദ്ധിച്ചപ്പോൾ 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസത്തെ മൊത്തം പ്രൊഡക്ഷൻ യഥാർത്ഥത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 2.6% കുറയുകയാണ് ഉണ്ടായത്. ഇത് 543.4 ലക്ഷം ടണ്ണിൽ നിന്ന് 529.2 ലക്ഷം ടണ്ണായിട്ട് കുറയുകയാണ് ചെയ്തത്. ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ വിൽക്കപ്പെടുന്ന കൽക്കരിയെ ഓഫ് ടേക്ക് കുറഞ്ഞു എന്നതാണ്. 2025 ഡിസംബറിൽ ഓഫ് ടേക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് 5.2% കുറഞ്ഞു. ഉൽപാദനം കൂടുകയും വിൽപ്പന കുറയുകയും ചെയ്യുമ്പോൾ ഇൻവെന്ററി കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് വാല്യുവേഷന്റെ ഒരു ചോദ്യമുണ്ട്. ഡിവിഡൻഡ് ആകർഷണീയമാണെങ്കിലും സ്റ്റോക്ക് ഇപ്പോൾ അത്ര ചീപ്പല്ല എന്ന് ചില അനലിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. വരുമാനത്തിന്റെയും ലാഭത്തിന്റെയും വളർച്ചാ പ്രവചനങ്ങൾ അത്ര വലുതല്ല. മാത്രമല്ല ഇത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ആവറേജ് ഗ്രോത്തിനേക്കാൾ കുറവായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ ഏകദേശം 171 രൂപയാണ്. ഇപ്പോഴത്തെ വില അതിനേക്കാൾ വളരെ മുകളിലായതിനാൽ സേഫ്റ്റി മാർജിൻ കുറവാണ് എന്നുകൂടി ഒരു കണക്ക് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബെയറിഷ് കേസും ശക്തമാണ്. ചരിത്രപരമായിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തൊട്ടു മുന്നിലുണ്ട്. പ്രധാന ഓപ്പറേഷണൽ മെട്രിക്സുകൾ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. വാല്യുവേഷൻ അത്ര ആകർഷകമായ ഒരു തരത്തിലൊന്നുമല്ല. പേരുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്ലാസിക് ബുൾ ട്രാപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. ഇവിടെ അവസാനം വാങ്ങുന്നവർ ടോപ്പിൽ കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. തൊട്ടു പിന്നാലെ വില താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ പുള്ളുകളും ബെയറുകളും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക എന്നുള്ളൊരു പ്രവചനം നടത്തുന്നതിന് പകരം നമുക്ക് ഉത്തരം നൽകുന്ന കീ ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് തന്നെ നമ്മളോട് പറയും ആരാണ് കൺട്രോളിൽ എന്ന്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇതിനെ നമുക്ക് 3 സിനാരിയോകളായിട്ട് തരംതിരിക്കാം. ഒന്നാമതായിട്ട് ബുള്ളിഷ് കൺഫർമേഷൻ സിനാരിയോ. ബുള്ളുകൾ ജയിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. പ്രൈസ് റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ഉറപ്പായി ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. തൊട്ടടുത്ത റെസിസ്റ്റൻസ് 440 ആണ്. 440 മുകളിൽ നല്ല വോളിയത്തോടെ ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി ക്ലോസിംഗ് കിട്ടിയാൽ അതൊരു വലിയ ബുള്ളി സിഗ്നൽ ആയിരിക്കും. അതിനർത്ഥം ചരിത്രപരമായിട്ടുള്ള ഒരു സപ്ലൈ സോൺ മുഴുവൻ അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് സംഭവിച്ചാൽ മുകളിലേക്കുള്ള ആ ഒരു വഴി തുറക്കപ്പെടും. അടുത്ത പ്രധാന റെസിസ്റ്റൻസ് ഏതാണ്ട് 451 ആണ്. അതിനപ്പുറം 500 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള അനലിസ്റ്റുകളുടെ ടാർഗറ്റുകൾ റിയലിസ്റ്റിക് ആകാൻ സാധ്യതയുണ്ട്. ബെയറിഷ് റിജക്ഷൻ സിനാരിയോ നോക്കുകയാണെങ്കിൽ കീ സോണിൽ നിന്ന് റിജക്ഷൻ നമ്മൾ കാണേണ്ടി വരും. വില 430, 440 എന്ന സോണിൽ തട്ടി അവിടെ തന്നെ നിന്ന് മുകളിലേക്ക് പോകാൻ കഴിയാതെ താഴേക്ക് വരാൻ തുടങ്ങും. സ്റ്റോക്ക് വീണ് സമീപകാല സപ്പോർട്ട് ലെവലായിട്ടുള്ള 405 താഴെ ക്ലോസ് ചെയ്താൽ അതൊരു പ്രധാന വാർണിംഗ് സിഗ്നൽ ആയിരിക്കും. ഇതിന് താഴെയുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയിട്ട് സെല്ലേഴ്സ് വീണ്ടും കൺട്രോൾ ഏറ്റെടുത്തു എന്ന് സൂചിപ്പിക്കുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാന സപ്പോർട്ട് ലെവലുകൾ ഏകദേശം 483 ആണ്. ഇനി സൈഡ് വേസ് സിനാരിയോ എന്താണ് എന്നുകൂടി നമുക്ക് നോക്കണം. മൂന്നാമതൊരു സാധ്യത കൂടിയുണ്ട്. സ്റ്റോക്ക് ഏകദേശം 405നും 440നും ഇടയിലുള്ള ഒരു റേഞ്ചിൽ കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ കാണാം. ഇത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ടക്ക് ഓഫ് വാറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വോളിയമാണ് കീ ആയിട്ട് നിൽക്കുക. വില ഇടിയുന്ന ദിവസങ്ങളിൽ വോളിയം കൂടുകയും വില ഉയരുന്ന ദിവസങ്ങളിൽ വോളിയം കുറയുകയും ചെയ്താൽ അതൊരു ബെയറിഷ് സൂചനയാണ്. മറിച്ച് വില ഉയരുന്ന ദിവസങ്ങളിൽ വോളിയം വർദ്ധിക്കുകയും വില ഇടിയുന്ന ദിവസങ്ങളിൽ കുറയുകയും ചെയ്താൽ ബുള്ളുകൾ മറ്റൊരു ബ്രേക്ക്ഔട്ടിനായിട്ട് ശക്തി സംഭരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിനെ ആശ്രയിച്ചിരിക്കും. ഒരു അഗ്രസീവ് ട്രേഡർ ഇപ്പോൾ വാങ്ങിയിട്ട് സപ്പോർട്ടിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ കൺഫർമേഷൻ ആയിട്ട് കാത്തിരിക്കും. അതായത് 440 മുകളിലുള്ള ഒരു ക്ലീൻ ബ്രേക്കിനായിട്ട് എല്ലാം വെയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ബെയർ ഈ ലെവലിൽ നിന്ന് റിജക്ഷൻ വരുമ്പോൾ ഷോർട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലെവലുകൾ അറിഞ്ഞിരിക്കുക, ഒരു പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളൊരു നിർണായക ഘട്ടത്തിലാണുള്ളത്. ഒരു വശത്ത് ഒരു മാർക്കറ്റ് ലീഡറുടെ ഫണ്ടമെന്റൽ കരുത്തും ആകർഷകമായിട്ടുള്ള ഡിവിഡൻഡും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്. അതൊരു പുതിയ ബുൾ മാർക്കറ്റിന്റെ തുടക്കത്തിന്റെ കഥയാണ്. മറുവശത്ത് ആശങ്കാജനകമായിട്ടുള്ള ഓപ്പറേഷണൽ ഡേറ്റയും അത്ര ആകർഷകമല്ലാത്ത വാല്യുവേഷനും ചേർന്ന
ചരിത്രപരമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിന്റെ വലിയ ഒരു മതിൽ. ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ബുൾ ട്രാപ്പിന്റെ ക്ലാസിക് റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു യുദ്ധം നടക്കുന്ന ബാറ്റിൽ ഫീൽഡ് വളരെ വ്യക്തമാണ്. 430-നും 440-നും ഇടയിലുള്ള പ്രൈസ് സോൺ. ഇതിന് മുകളിലുള്ള ഒരു കോൺഫിഡന്റ് മൂവ് ബുള്ളുകളുടെ വിജയം ഉറപ്പിക്കുകയും ഈ സോൺ മറികടക്കുന്നതിലെ പരാജയം 405-അടുത്തുള്ള സപ്പോർട്ടിൽ തകർച്ചയും വിജയം ബെയറുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു റിസൾട്ട് ഒരുപക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം ശരിയാവുക എന്നതിനേക്കാൾ അതിനായിട്ട് നമ്മൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ഇരുവശങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും കീ ലെവലുകൾ അറിയുകയും ചെയ്യുന്നതിലൂടെ മാർക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് കുടുങ്ങിപ്പോവാതെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാവില്ല. മികച്ച ഒരു ഇൻവെസ്റ്റർ ആകാൻ നിങ്ങളെ സഹായിക്കുന്ന ഡേറ്റ ഡ്രിവൺ അനാലിസിസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനി കോൾ ഇന്ത്യയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ബുള്ളിഷ് ക്യാമ്പിലാണോ ബെയറിഷ് ക്യാമ്പിലാണോ അതോ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിലാണോ ഉള്ളത്? താഴെയുള്ള കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.